നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ ദുബായിൽ നിന്നും കാർനെറ്റിൽ കൊണ്ടുവന്ന ഒരു വാഹനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹനങ്ങളിലൊന്നായ ടെസ്ലയുടെ മോഡൽ 3 ആണിത്. ആ വാഹനം കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ സജിത്താണ്. സജിത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ബെന്നീസ് റോയൽ ടൂഴ്സിൻ്റെ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമേരിക്കൻ ടൂറിലാണ് പരിചയപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ ടൂർ ആ യാത്രയിലാണോ ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനിയെ ശ്രദ്ധിച്ചതും വാങ്ങിക്കാൻ തീരുമാനിച്ചതൊക്കെ? അല്ല, ആക്ച്വലി ഞാൻ വണ്ടി വാങ്ങിയത് 2020 ഡിസംബറിലാണ്. അപ്പം അതിനു മുമ്പേ ദുബായിൽ ടെസ്ല വരുന്നതിന് മുമ്പേ ഞാനിത് ഇതിനെ ഫോളോ ചെയ്യുകയും ഇത് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം പണ്ട് പറയുമല്ലോ, നമ്മളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ചാൽ നമ്മൾ ആ ഷോറൂമിൽ പോയി നോക്കുമെന്ന്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇത് ദുബായിൽ വന്നപ്പോൾ എല്ലാ മലയാളികളും പോകുന്ന പോലെ അവിടെ പോയി ഈ കാറൊക്കെ ഒന്ന് കാണാൻ ചെന്നപ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കൻസ് ആണ്, അവർക്ക് നമ്മളോട് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കാണില്ല. ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് പോയി. അവർ നമ്മളെ വണ്ടി ഒന്ന് കയറിയിരിക്കാൻ പോലും സമ്മതിച്ചില്ല. പിറ്റേന്ന് കോട്ടൊക്കെ ഇട്ട് ചെന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. അങ്ങനെയാണ് ഒരു ആഗ്രഹം ഉണ്ടായത് ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഇലക്ട്രിക്കിലേക്ക് ദുബായിൽ എന്തോ ഒരു കാൽ വെക്കാൻ മടിക്കുന്ന സമയത്താണ് ഞാനിത് വാങ്ങിയത് എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം മലയാളികൾ ഏറ്റവും ഉപയോഗിക്കുന്ന വണ്ടികളിലൊന്ന് ടെസ്ലയാണ്. ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സും ടെസ്ലയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മോഡൽ 3 എന്ന് പറയുന്നത് ശരിക്കും ടെസ്ലയുടെ എൻട്രി ലെവൽ മോഡലാണ്. എൻട്രി ലെവൽ മോഡൽ എക്സ് ആണ് ഇപ്പം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതിൽ ടോപ്പ് എന്ന് പറയാം. പിന്നെ ഇപ്പൊ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു SUV കൂടെ വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം രൂപമാണ്. എന്തെങ്കിലും ആരെങ്കിലും കേരളത്തിലേക്ക് അതും ഇതുപോലെ കാർനെറ്റിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കത് റിവ്യൂ ചെയ്യാം. എന്തായാലും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ സൈത്തിനോട് സംസാരിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക, യൂസർ റിവ്യൂ പോലെയാണ്. കാരണം ഞാനിപ്പം നമ്മളൊന്നും ഇത് ദീർഘകാലം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും അധികം കൂടുതൽ ദൂരം ടെസ്ലയെ സഞ്ചരിച്ചത് അമേരിക്കയിൽ. രണ്ടാമത് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോഡൽ Y ആയിരുന്നു. അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത്. പക്ഷേ ഇതിപ്പോൾ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ യൂസർ റിവ്യൂ പോലെ കണക്കാക്കിയാൽ മതി. തന്നെയുമല്ല, എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് കാർനെറ്റിലൊക്കെ നമ്മൾ ദുബായിൽ നിന്നൊക്കെ വാഹനം കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഹഡിൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ ചെന്നൈയിൽ ഒരാൾ റോൾസ് റോയ്സ് കൊണ്ടുവന്നു ദുബായിൽ നിന്ന് കാർനെറ്റിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാനിത് കൊണ്ടുവരാൻ തീരുമാനിക്കാൻ കരുതിയിട്ട് എൻ്റെ എല്ലാ മലയാളി ഫ്രണ്ട്സും, ദുബായിലെ മലയാളി ഫ്രണ്ട്സ് എല്ലാം കേരളത്തിലേക്ക് അവരുടെ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ പതിവില്ലെന്ന്. പക്ഷേ ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് തോന്നി, എന്നാൽ പിന്നെ നമ്മുടെ റോൾസ് കൂടെ കൊണ്ടുവന്നല്ലോ. അങ്ങനെയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. മലയാളികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലേ? ഇപ്പോൾ തന്നെ സൈറ്റ് ഇത് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഇതിൻ്റെ കൂടെ ഏതൊക്കെ വണ്ടികൾ ഉണ്ടായിരുന്നു? ഇതിൻ്റെ കൂടെ കൂടുതലും വലിയ SUV ടൈപ്പാണ്. നിസാൻ പത്രോള്, പിന്നെ അതുപോലെ എനിക്ക് ഈ നോർമൽ കാറുകളുടെ മോഡൽ അധികം മനസ്സിലാക്കത്തില്ല. പക്ഷേ 3-4 വണ്ടികളുണ്ട്. ഒരു ദിവസം ഇത് വന്ന അന്ന് തന്നെ 4 വണ്ടികൾ ഇതിന്റെ കൂടെ ദുബായിൽ നിന്ന്. ആക്ച്വലി 4 വണ്ടി നമ്മളുടെ ഏജന്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പം നമ്മളുടെ ഏജന്റ് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 4 വണ്ടികൾ ഇട്ടു. അതുപോലെ തന്നെ പല ഏജന്റ് സെയിം ഷിപ്പിലുണ്ടായിരുന്നു. മൊത്തത്തിൽ അന്ന് ഇറങ്ങിയത് 11 കാറാണ്. അപ്പൊ തന്നെ ഈ കസ്റ്റംസ് നമ്മളോട് ചോദിക്കും, എന്താ ഇപ്പൊ വലിയ സീസൺ ആണോ ഒരുമിച്ച് കാർനെറ്റിൽ ഒരുപാട് വണ്ടി വരുന്നുണ്ടെന്ന്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവധി സമയത്ത് ഇപ്പം UAE എല്ലാവർക്കും അറിയാം സ്കൂൾ അവധിയാണ്. ഈ സമയം നോക്കി പിന്നെ മൺസൂൺ ആണ് ഇവിടെ. ഒരുപാട് ആളുകൾ കാർനെറ്റ് ബുക്ക് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആളുകൾ കാറ് കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ അറിയാമല്ലോ നമുക്ക് മോഡിഫൈ ചെയ്ത വണ്ടികൾ യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിനെ അവിടുന്ന് മോഡിഫൈ ചെയ്ത് അത് കാർനെറ്റിൽ മെൻഷൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ്. അതെ. മോഡിഫൈ ഒരിക്കലും ഇവിടെ സമ്മതിക്കില്ല. അപ്പോൾ കുറേയൊക്കെ വിഷമം തീരും നമ്മൾ മോഡിഫൈ ചെയ്തൊരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഓടിക്കുകയാണെങ്കിൽ. എന്നാലും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് മോഡൽ 3യെ പറ്റി പറയാം. എന്ന് തന്നെയാലും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ X സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഗൾവിങ് ഡോറൊക്കെ ഉള്ള ഫാൽക്കൺ ഡോറൊക്കെ ഉണ്ട്. അത് കിടിലൻ സാധനമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റാണ്, 2 പേർക്ക് ഇരിക്കാവുന്ന. അത് നമുക്ക് ആക്ച്വലി 2 ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് നമുക്ക് 7 സീറ്റർ വരും, പിന്നെ നമുക്കത് 3 ഓപ്ഷൻസ്, 7 സീറ്റർ, 5 സീറ്റർ, അല്ലെങ്കിൽ 6 സീറ്റർ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പോൾ അതിലാണ് ഈ ക്യാപ്റ്റൻ സീറ്റ് വരുന്നത്. 6 സീറ്റർ ആക്കുമ്പോഴത്തേന് നമുക്ക് അതിന് ആ ബാക്കിലത്തെ സീറ്റ് മോട്ടറൈസ്ഡ് ആണ്. അതിനൊരു പ്രത്യേകം, അതിന് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നൊരു 28,000 UAE ദിർഹംസ് എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ മോഡിഫൈ ചെയ്ത്, അതായത് മോഡിഫൈ എന്നല്ല പറയുന്നത്, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. അങ്ങനെയാണ് അതിനൊരു ഓപ്ഷൻ ഉള്ളത്. നല്ല സ്പേസ് ഉള്ള SUV ടൈപ്പ് ഒരു വണ്ടിയാണ്. അപ്പം ടെസ്ല ആഗ്രഹിക്കുന്ന ആളുകൾ
അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ടോപ്പായിട്ട് തോന്നിയത് അന്ന്. അപ്പം എനിക്ക് അന്ന് വാങ്ങുന്ന സമയത്ത് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മോഡൽ 3യിലേക്ക് മാറി. ഇതിനിപ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് പറയുകയാണെങ്കിൽ എത്ര രൂപയായിട്ടുണ്ട് വാങ്ങിക്കുമ്പോൾ? അവിടുത്തെ ഈ 225 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 55 ഒക്കെ വരും. 55 ലാക്ക്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ 3 എനിക്ക് തോന്നുന്ന ഒരു ബേസ് മോഡൽ, അതായത് റിയർ ഡ്രൈവ് മോഡൽ വരുമ്പോഴത്തേന് 175-നൊക്കെ നമുക്ക് കിട്ടും. ഞാൻ എടുക്കുന്ന സമയത്ത് അത് 150-ക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം രൂപയ്ക്ക്. അതെ, ഇത് ഡ്യുവൽ മോട്ടറാണ് അല്ലേ? അതെ, ഡ്യുവൽ മോട്ടറാണ്. ഇതിന് എത്ര റേഞ്ച് കമ്പനി പറയുന്നത്? 550 ആയിരുന്നു 2020 മോഡൽ. അപ്പം നമുക്ക് ഒരു റിയൽ ലൈഫിൽ ഒരു 420 മുതൽ 470 വരെയൊക്കെ നമ്മൾ ഓടിക്കുന്ന ഇതിനനുസരിച്ച് കിട്ടും. പക്ഷേ ടെസ്ല, ഞാൻ മറ്റുള്ള ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ടെസ്ലയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നമ്മൾ സാധാരണ പെട്രോൾ കാർ ഓടിക്കുന്ന അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പിന്നെ പവർ എടുത്തോ നമുക്കിത് ഓടിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും ചാർജ് ചെയ്യാം. ദുബായിൽ ഈ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കാണ് നമ്മൾ ടെസ്ല ചൂസ് ചെയ്യുന്നത്. മറ്റുള്ള കാറുകളെ അപേക്ഷിച്ച് ടെസ്ല ചൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ അവിടെ BYD എടുത്തിട്ടുണ്ട്. BYD എടുത്തപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത്, ടെസ്ല എടുത്തിട്ട് എനിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന കണക്ക് നമുക്ക് അവിടുത്തെ നെറ്റ്വർക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സൂപ്പർ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ളാക്കി എടുക്കാം. അത് വെറുതെ പറയുന്നതല്ല, അത് അങ്ങനെ ചെയ്യാം. ഒരു സ്റ്റേഷനിൽ ഇവിടുത്തെ കണക്ക് ഒരു സ്റ്റേഷനിൽ പേരിന് 2 ഗണ്ണൊന്നും അല്ല, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഗണ്ണുണ്ടാവും. അപ്പം വണ്ടി ഒരു 5-6 എണ്ണം ക്യൂ കിടന്നാൽ പോലും നമുക്ക് അടുത്ത 5-10 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വണ്ടി കുത്തിയിട്ടിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പിന്നെ പറയാം. നമുക്കത് ചാർജ് ചെയ്തതിന് ശേഷം എടുത്തിട്ട്. അതുപോലെ ഇപ്പോൾ BYD Atto 3 അല്ലേ അവിടെ ഉപയോഗിക്കുന്നത്? അത് എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ? അത് വീട്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അതേ ഓപ്ഷൻ ഉള്ളൂ. BYDക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നെങ്കിലും അവിടെ പബ്ലിക്കായിട്ട് കൊടുക്കുന്ന ഫാസ്റ്റ് ചാർജിങ് കുറവാണ്. കാര്യം നിലവിൽ നമ്മുടെ ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് ഈ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നത്. ഇതിന് ഒരു സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷനിൽ ഉണ്ടാവും, ഒരു സ്റ്റേഷനിൽ ഒരു ഗണ്ണ ഉണ്ടാവുള്ളൂ. അത് ദുബായിൽ ടെസ്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദുബായിൽ ഏറ്റവും കൂടുതൽ ടെസ്ല ടാക്സി ഓടുന്നത് ദുബായ് ഷാർജയൊക്കെയാണ് UAE. അപ്പോൾ ഇവർ വന്ന് ക്യൂ അടക്കുമായിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും BYD അവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക മോളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കുത്തിയിട്ട് ചാർജ് ചെയ്യാം, ഫ്രീ ആണ്. അപ്പോൾ അവിടെ അവർ കൊടുത്തിരിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് ഒരു 20 കിലോവാട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും മാക്സിമം 3 to 7 കിലോവാട്ട് അത് ഡ്രോ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്കൊരു 6-7 മണിക്കൂർ അത് അവിടെ ഇടണം. അപ്പം നമ്മൾ രാവിലെ ഷോപ്പിംഗ് മാളിൽ പോയി അത് കുത്തിയിട്ട് അവിടുന്ന് അത്ര 6-7 മണിക്കൂർ കറങ്ങിയൊക്കെ വരാൻ പറ്റുള്ളൂ. എന്നാൽ ഇട്ടേച്ച് പോകാനും പറ്റില്ല ലീഗലി. പിന്നെ BYD ആർക്കാണ് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ടെസ്ല ഒഴിച്ച് ബാക്കി എല്ലാ കാറും സ്വന്തമായിട്ട് വില്ലയുണ്ട്, അവിടെ ചാർജിങ് പ്ലഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. പക്ഷേ ടെസ്ല അങ്ങനെയല്ല, നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിലും ധൈര്യമായിട്ട് എടുക്കാം. കാര്യം ഞാൻ ഇത് വാങ്ങിയ സമയത്ത് വില്ലയിലായിരുന്നു താമസിക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടികളുടെ പഠിത്തമൊക്കെ ഇതാക്കി ഞങ്ങളൊരു ഷാർജയിലൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ഞങ്ങൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാനിപ്പോൾ ഫുള്ള് സൂപ്പർ ചാർജിങ് അല്ലെങ്കിൽ മറ്റുള്ള നെറ്റ്വർക്കാണ്. അപ്പം നമുക്കൊന്ന് അടുത്ത് കാണാം വണ്ടി ഒന്ന്. ഈ പറഞ്ഞ പോലെ ഒരു ഈ വിപ്ലവകരമായൊരു രൂപം എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഏറ്റവും ഗംഭീരമായ എയറോഡൈനാമിക് ആയിട്ടുള്ള രൂപമാണ്. ഇപ്പം നമ്മളിപ്പോൾ പുതുതായിട്ട് കാണുന്ന എല്ലാ വാഹനങ്ങളുടെയും മുൻഭാഗമൊക്കെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് കാണുന്നതിന് ഒരു തുടക്കം ഇട്ടതൊക്കെ ടെസ്ലയാണെന്ന് പറയാം. ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഡൽ 3 എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ജനസാമാന്യത്തിലേക്ക് ഇറങ്ങി വന്ന ടെസ്ലയുടെ വാഹനം എന്നാണ് പറയുന്നത്. 2017 ആദ്യമായിട്ട് മോഡൽ 3 വരുന്നത്. മോഡൽ 3യുടെ വലിപ്പം എന്ന് പറയുന്നത് കൃത്യമായും BMW 3 സീരീസിൻ്റെ വലിപ്പമാണ്. അപ്പോൾ ഈ വാഹനം വരുന്നു എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് പുറത്ത് വിട്ടപ്പോൾ തന്നെ ഇതിന് 1,25,000 ബുക്കിംഗ് കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ 3.5 ലക്ഷം ബുക്കിംഗ് കിട്ടി. പിന്നെ അപ്പുറത്തേക്കും പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വന്നു. അങ്ങനെ ആഴ്ചയിൽ 5000 യൂണിറ്റുകൾ വെച്ച് നിർമ്മിക്കാൻ തുടങ്ങി. ഏതാണ്ട് 2 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായിട്ട് മാറി. അതുവരെ നിസാൻ്റെ ലീഫ് എന്ന് പറയുന്ന മോഡലായിരുന്നു ലോകത്തിൽ ഏറ്റവും അധികം വിറ്റിരുന്നെങ്കിൽ പിന്നീട് ആ ഒരു ഖ്യാതി എന്ന് പറയുന്നത് ഇപ്പോൾ മോഡൽ 3ക്ക് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 10 ലക്ഷം യൂണിറ്റുകൾ വിറ്റ ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നതും മോഡൽ 3 ആണ്. അങ്ങനെ ഒരു വിപ്ലവത്തിൻ്റെ ആളാണ് ഈ കിടക്കുന്നത്. കാഴ്ചയിൽ അങ്ങനെ വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിൽ പോലും വിപ്ലവ ആചാര്യൻ എന്ന് വിളിക്കാവുന്ന കക്ഷിയാണ്.
അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ഗംഭീരമായ LED ലൈറ്റിംഗ് ആയിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റിംഗ് ആണ്. രാത്രി അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഇപ്പം നമ്മൾ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് ദുബായിൽ അത് അത്ര അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ റോഡുകളിലാണ് സ്ട്രീറ്റ് ലൈറ്റ് കുറവല്ലേ, നല്ല ലൈറ്റിംഗ് ആണ്. പിന്നെ ടെസ്ലയുടെ ലോഗോ ഗംഭീരമായ ലോഗോയാണ്. ഈ പറഞ്ഞ പോലെ ഒരു വലിയ വിപ്ലവം തന്നെ ലോകത്തിൽ സൃഷ്ടിച്ച കമ്പനിയാണ്. അടുത്ത കാലത്ത്, അത് കഴിഞ്ഞ വർഷമാണ് ടെസ്ല എന്ന് പറയുന്ന കമ്പനിയെ ഓവർകം ചെയ്തുകൊണ്ട് BYD ലോകത്തിലെ ഏറ്റവും അധികം EVകൾ വിൽക്കുന്ന കമ്പനിയായത്. കാരണം അവർക്ക് 3-4 ഡിവിഷൻസ് 3-4 പേരുകളുള്ള സബ്സിഡറി കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒറ്റ കമ്പനി വെച്ചുകൊണ്ടുള്ള ഓടിക്കലാണ് ഇപ്പോൾ ടെസ്ലയുടെ കാര്യത്തിൽ പറയുന്നത്. തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സൈബർ ട്രക്ക് പോലുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ രൂപം എന്ന് പറയുന്നത് എന്തായാലും പണി തീരാത്തൊരു വണ്ടിയാണ്. അതിൻ്റെ മെയിനായിട്ടൊരു സംഭവം, സൈബർ ട്രക്കിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് സ്റ്റീലിലാണ്. അവർക്ക് അതിൻ്റെ കർവിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അത് കർവ് ചെയ്യാം. പക്ഷെ അത് കാണുമ്പോൾ ഞാനത് ഈ ഇടയ്ക്ക് US പോയായിരുന്നു. അവിടെ ഇഷ്ടം പോലെ റോഡിൽ സൈബർ ട്രക്ക് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വണ്ടി വന്ന ആളുകൾ ചേസ് ചെയ്ത് ഫോട്ടോ എടുക്കാം. ഞാൻ അതുപോലെ അങ്ങനെ ചേസ് ചെയ്ത് ഒരാളെ ഫോട്ടോ എടുത്ത ആളോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ആൾ പറയാണ്, ഒന്ന് അടുത്തോടുമൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പോകണം, കൈ ഇത് തട്ടി മുറിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന്. അതായത് കുറച്ചൊക്കെ ഒന്ന് ഇപ്പോഴും ഒന്ന് റിഫൈൻഡ് ആവാനുള്ള ഇതാണ്. നമ്മുടെ നാട്ടിലെ ഏതോ ഒരു ആശാരി ഏതോ വർക്ക്ഷോപ്പിലിട്ട് പണിത ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ എന്ത് പറഞ്ഞാലും അതിനുള്ള ആരാധകർ ഇഷ്ടം പോലെ. പിന്നെ തന്നെയല്ല, അതിങ്ങനെ വരുന്നതാണ് നമ്മളതിന് ചൊവ്വാ ഗ്രഹത്തിലൊക്കെ നിൽക്കുന്നത്. അത് ഈ ഭൂമിയിൽ കാണുന്ന ഒരു സാധനമായിട്ട് നമുക്ക് തോന്നുകയില്ല. എന്തായാലും ഇതിൻ്റെ ഇപ്പം രൂപം കണ്ട വളരെ മിനിമലിസ്റ്റിക് ആണ്. പിന്നെ അതാ പക്ഷേ വളരെ ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന വിൻഡോ ഫ്രണ്ടിലെ ഗ്ലാസ് ഏരിയയും അതുപോലെ തന്നെ ബോണറ്റും ഒക്കെ കാണാം. ഇപ്പോൾ ഈ വാഹനം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും അല്ലേ? അത് നോർമലി ഇപ്പം നമ്മളുടെ ഇവിടുത്തെ റോഡുകളുടെ ഹമ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് ഉരഞ്ഞു പോയി. അത് പക്ഷേ ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ശരിയാക്കാൻ നോക്കാം. പിന്നെ അതിന് ശേഷം റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറ്റിയത്. നേരത്തെ ഇതിൻ്റെ ഷേപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് 2020 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് കഴിഞ്ഞ് 2023 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അതിൽ കുറച്ചുകൂടെ ഒരു ഷേപ്പിന് വ്യത്യാസമുണ്ട് ഫ്രണ്ടിൽ. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലും ടെസ്ലയെ കൂടുതൽ ഫോളോ ചെയ്യുന്നവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലും ഇതും അറിയാൻ പറ്റും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വീൽ കപ്പുകൾ അല്ലെങ്കിൽ അലോയ് വീലുകൾ വന്നതും ആദ്യമായിട്ട് ടെസ്ലയിലാന്ന് തോന്നുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ വീൽ കപ്പ് ഇങ്ങനെ പ്ലഗ് ആൻഡ് പ്ലേ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം, ക്ലിപ്പാ, നമ്മളത് റിമൂവ് ചെയ്യും. ഈ വീൽ കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എയറോ ഡൈനാമിക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി അതിനകത്ത് അലോയ് വീലാ. ഇത് പക്ഷേ ഞാൻ അപ്പുറത്തെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഷിപ്മെന്റിൽ അവർ ഇതിനകത്ത് എന്തോ ലാച്ച് ചെയ്യോ അങ്ങനെ ചെയ്തപ്പോൾ ഇതിന്റെ ഒരെണ്ണം ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ദുബായിൽ നിന്ന് എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇത് ഊരിയിട്ട് നമുക്കിവിടെ ഒരു ക്ലിപ്പ് ഇടാൻ പറ്റും. ആ സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ തേർഡ് പാർട്ടിയിൽ അനവധി വീൽ കപ്പും സംഭവങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസറീസ്, ഇതിൻ്റെ എന്തെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ തേർഡ് പാർട്ടിയിൽ ഈസി ആയിട്ട് കിട്ടും. അത് സോഫ്റ്റ്വെയറിലല്ലോ, ബാക്കിയല്ല. നമ്മൾ ഇതിനകത്ത് വയറിങ്ങിലോ ബാക്കിയുള്ള കാര്യത്തിലോ ഒന്നും ചെയ്യരുത്. പക്ഷേ ബാക്കിയെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് നമുക്ക് ഓരോന്നും മാറ്റി വെക്കാൻ പറ്റും. 18 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഫ്രങ്ക് സ്പേസ് ഉണ്ട്. 117 ലിറ്റർ മുൻഭാഗത്ത് നമുക്ക് ലഗേജ് വെക്കാൻ പറ്റും. ലഗേജ് നല്ല സാധനങ്ങൾ, വലിയ ലഗേജൊന്നും അല്ല, എങ്കിലും സാധനങ്ങൾ വെക്കാൻ പറ്റും. അത് നമുക്ക് തുറന്ന് കാണാം. ഇനി ഈ നമ്മൾ ഈ വണ്ടി വാങ്ങുമ്പോഴേ നമുക്ക് മറ്റുള്ള വാഹനങ്ങളെ പോലെ ഇതാണ് ഇതിൻ്റെ കീ ഫോബ്. ആക്ച്വലി ഞാൻ ഇതൊരു കവറിട്ട് വെച്ചിരിക്കുക. ഇത് ഊരി ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടാണ്. കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് ആ കാറിന്റെ സ്പേസിൽ ഈ കീ ഫോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അതെ ഓട്ടോ പൈലറ്റ് ഒക്കെ, അതായത് ഓട്ടോ പൈലറ്റ് അല്ല, സ്മാർട്ട് സമ്മൺ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ UAE വർക്ക് ചെയ്യുള്ളൂ. അത് എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്ന വണ്ടി നമ്മുടെ അടുത്തേക്ക് വരും. അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ കീ ഫോബ് വേണം. ഞാൻ വണ്ടി വാങ്ങിയ അത്
ഏകദേശം ഒരു 300-400 മീറ്റേഴ്സ് വരെ നമുക്ക് വരും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നാരോ സ്പേസിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക. അപ്പം നമ്മളെ പാർക്കിംഗ് ചെയ്യുന്ന ഡോർ തുറക്കാൻ സ്ഥലമില്ല, പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് തുറക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും സാധനങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അയ്യോ ഇതിന് എഞ്ചിനില്ലേ? സ്പേസ് ഉണ്ട് അത്യാവശ്യം. അതെ, ഗ്രോസറിയൊക്കെ വെച്ചോട്ട് പോവാം. പിന്നെ മറ്റുള്ള ഇവിടെ ടാറ്റ പഞ്ച് EVക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത്. അതെ, ഇവിടെ അതെ 3 അതെ. പിന്നെ നമ്മുടെ ഓല ഇലക്ട്രിക് ഓലയുടെ S1 Pro ഇവിടെ ഇറങ്ങിയപ്പോൾ ആദ്യം അവര് ഓൺലൈൻ ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു. അതും ഇരിപ്പുണ്ട്, എല്ലാം പുതിയതായിട്ട് ഇരിപ്പുണ്ട്, കാര്യം ഓടിക്കാൻ സമയമില്ലല്ലോ. അതെ. അപ്പൊ നമുക്ക് സൈഡ് പ്രൊഫൈൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൈഡ് പ്രൊഫൈലിൽ ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഇതിനൊരു എയറോഡൈനാമിക് രൂപം തന്നെയാണ്. അതായത് നമ്മളിപ്പം എയർബസിന്റെ ബോയിങ്ങിന്റെ ഒക്കെ ഈ ഡിസൈനെ പറ്റി പറയാറുണ്ട്, മിന്നൽ പോലും ഏക്കില്ല എന്ന്. കാരണം അതുപോലെ അങ്ങനെ പാസ് ചെയ്ത് പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു കാര്യത്തിലും ഒരു തട്ടും തടവും ഇല്ലാത്ത ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഫ്ലഷ് ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അതുപോലും എയർ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ആയപ്പോൾ സൈഡ് വ്യൂ മിറേഴ്സ് മടങ്ങിയതാണ് അല്ലേ? ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഇതിൻ്റെ പോലും ഷേപ്പ് എന്ന് പറയുന്നത് അങ്ങേയറ്റം എയറോഡൈനാമിക് ആണ്. നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിംലെസ് ആണ്. ഡോറൊക്കെ ഫ്രെയിംലെസ് ആണ്. ഇതാ നമ്മുടെ പല സ്പോർട്സ് കാറുകളുടെയൊക്കെ പോലെ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയർ ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ AC ഓൺ ആവും, അതൊന്ന് ഓഫ് ചെയ്ത്. കാരണം മാക്സിമം കറണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട് ചാർജ് ചെയ്തില്ലേ? കേരളത്തിൽ വന്ന് എനിക്കത് ആദ്യമേ ഭയങ്കര സംശയമായിരുന്നു, ഇത് എങ്ങനെ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ നോർമലി ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു സ്ലോ ചാർജറുണ്ട്, അത് വെച്ചിട്ടാണ് അവിടെയും ദുബായിലും ഇവിടെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ അവിടുന്ന് 100% ചാർജ് ചെയ്തിട്ടാണ് നമ്മുടെ ഷിപ്പിലേക്ക് കയറ്റിയത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, ഇവർ ബാറ്ററി മാനേജ് ചെയ്യുന്നത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, എൻ്റെ അറിവ് ശരിയാണ്. അപ്പോൾ ഇത് ഒരു പരിധി കൂടുതൽ വണ്ടി ഉപയോഗിച്ചില്ലെങ്കിലും ബാറ്ററി ഹീറ്റ് ആവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കൂൾ ഡൗൺ ചെയ്യും. വണ്ടി ട്രാൻസ്പോർട്ടേഷൻ പീരീഡിൽ ഏകദേശം 70% നമ്മൾ വണ്ടി അതിനകത്തേക്ക് കയറി. അവിടെയും 1-2 തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ച് നമ്മുടെ വണ്ടി കിട്ടിയപ്പോൾ 30% ആയിരുന്നു. അതായത് ഏകദേശം 27-ാം തീയതിയാണ് ഞാൻ വണ്ടി, ജൂൺ 27-ാം തീയതി വണ്ടി കയറ്റി. ജൂലൈ 19-ാം തീയതി എൻ്റെ കയ്യിൽ വണ്ടി കിട്ടി. ഏകദേശം 20 ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയത് ഇത്രയും 70% നിന്ന് 30%, 40%-ഓളം ബാറ്ററി കടലിൽ പോയി. അത് എനിക്ക് തോന്നുന്നത് 2 രീതിയിൽ ഇത് ബാറ്ററി കൺസ്യൂം ചെയ്യും. ഇതിന് സെൻട്രി മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഒരു ക്യാമറ കാണുന്നില്ലേ, ഈ ക്യാമറ, അതെ, ഈ ക്യാമറ ഓട്ടോ പൈലറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഈ ഫ്രണ്ട് സൈഡിലും ഇവിടെ ക്യാമറയുണ്ട്. ഈ ക്യാമറ എല്ലാം ഓട്ടോ പൈലറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ സെൻട്രി മോഡ് എന്ന് പറയുന്നത്, അതായത് സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തൊരു 1 TB ഡ്രൈവ് വെച്ചിട്ടുണ്ട്. ഈ ഡ്രൈവിലേക്ക് നമ്മളില്ലാത്ത സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും അലേർട്ട് വരുവാണെങ്കിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്നത് അതിൻ്റെ സ്റ്റിക്കർ ഇവിടെ ഉള്ളത്, സെൻട്രി മോഡ് ഓൺ ആണ്, എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല പവർ പോകും. കാര്യം ഓരോ തവണ ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോഴും ഇത് വണ്ടിയെ വേക്ക് ചെയ്യുകയാണ്. പിന്നീടുള്ളത് ഇങ്ങനെയാണ് ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലൊക്കെ വരുമ്പോൾ ഇത് വരാതിരിക്കുക. പിന്നുള്ളത് ഈ ബാറ്ററി കൂളിംഗ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടായിരിക്കണം ഇത്രയും ബാറ്ററി ഡൗൺ ആയത്. പിന്നെ ബൈജുവേട്ടൻ ചോദിച്ചു വന്നത് ഇവിടെ വന്നിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഈ 30% ആയപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. എൻ്റെ കുടുംബം കൊല്ലമാണ്, തൃശ്ശൂർ സെറ്റിലായിരിക്കുകയാണെങ്കിലും കൊല്ലം വരെ പോകണമെങ്കിൽ ചാർജ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഈസി ഗോ എന്ന് പറയുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത്, അതായത് അതിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു 60
കിലോ വാട്ടാണ്. അതിൽ 2 ഗൺ ഉണ്ടാവും. ഒരെണ്ണത്തിൽ ആരെങ്കിലും ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവിടെ കിട്ടുന്നത്, അല്ലാതെ ദുബായിലുള്ള കണക്കല്ല. നമ്മുടെ വണ്ടിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 240 കിലോ വാട്ടാണ്. അപ്പോൾ അത്രയും സപ്പോർട്ടുള്ള എന്താ ചാർജർ ഉണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവും. അതെനിക്ക് തോന്നുന്നു കിയയ്ക്ക് മാത്രമേ ഉള്ളൂ വലിയ സപ്പോർട്ടിന് കൊടുക്കും. എന്നിട്ടും ഞാനിത് ചാർജ് ചെയ്യാൻ തുടങ്ങിയപ്പം 1 അവർ കൊണ്ട് 30-ന്ന് നമ്മുടെ 100%ലേക്ക് ചാർജ് ആയി. കാര്യം എന്ന് വെച്ചാൽ മറ്റേതിൽ ഇത് എന്താ ഒരു കാറ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇത് മാക്സിമം പവർ തന്നെ ഡ്രോ ചെയ്തു. നമ്മുടെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 76 ആണെന്ന് തോന്നുന്നു, 76 കിലോ വാട്ടാണെന്ന് തോന്നുന്നു. അപ്പം അത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റി. അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എവിടെയുള്ള നോർമൽ ചാർജിങ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് DC ഫാസ്റ്റ് ചാർജ് മറ്റേത് വണ്ടിക്ക് കിട്ടുന്നതിനേക്കാൾ ഫാസ്റ്റിന് ഇതിനെ ഡ്രോ ചെയ്തെടുക്കും. അപ്പോൾ ഈ 2020 മോഡൽ 76 കിലോ വാട്ട് ആണെങ്കിൽ ഇപ്പൊ പക്ഷേ അത് നിർത്തിയിട്ട് അവർ 82. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം അവര് അതിന്റെ റേഞ്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ 650 നമുക്ക് റേഞ്ച് കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കാവുന്ന അത്രയുണ്ടല്ലേ, അടിപൊളിയായിട്ട്. ഇപ്പൊ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കൊല്ലത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകാനായിട്ട് റേഞ്ചിനെ കുറിച്ച് ചിന്തിക്കണ്ട, എവിടെയെങ്കിലും നിർത്തണമെന്ന് എനിക്ക് അഥവാ ഇത് സ്റ്റേഷൻസ് കണ്ടാലും ഞാൻ ചാർജ് ചെയ്യാറില്ല, വേറെ ആരെങ്കിലും ചാർജ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അതെ. അപ്പോൾ നമുക്കിനി വീണ്ടും ബാക്കി എന്താ രൂപം ഒന്ന് കാണുകയാണെങ്കിൽ നല്ല ഗംഭീരമായ കൂപ്പേ ഡിസൈനാണ്. ബാക്കിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെരിഞ്ഞിറങ്ങുകയാണ്. വേറെ കാര്യം വെച്ചാൽ അതിപ്പോൾ ക്യാമറയിൽ വ്യക്തമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ റൂഫിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷും ഇതും കൂടെ അങ്ങ് മെർജ് ചെയ്ത് പോവുകയാണ്. ഈ ഒരു ഗ്ലാസ് ഏരിയ മെർജ് ചെയ്ത് പോവുക. ചുരുക്കം പറഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു ഗ്ലാസ് ഏരിയ ആണെന്നുള്ളതാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. പക്ഷേ വൈജുവേട്ട, ഈ ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെങ്കിലും UAE-ൽ ഞങ്ങൾക്കൊരു ചൂടിന് ഭയങ്കര ഒരു ഇതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാതെ, ഇപ്പൊ സമ്മർ സീസൺ അല്ലേ, ഈ ഒരു സ്ഥലം നമ്മളുടെ ഹെഡ് സ്പേസ് പിന്നെ ഇത്രയും കൂടെ ഉള്ളൂ. ഈ ഒരു ചൂട് എവിടെയെങ്കിലും വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും അതിനകം. അപ്പോൾ ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേന് ക്യാബിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് AC തന്നെ ഇതായിട്ട് കൂൾ ചെയ്യും. ഇതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിന് ആക്സസറിക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയതല്ലേ? അതെ, എല്ലാ സാധനങ്ങളും അധികമായിട്ട് വാങ്ങിക്കേണ്ടി വന്നു. അതാണ്ട് ഇതുപോലെ, ഇതിപ്പോ നമുക്ക് കേരളത്തിൽ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ മഴയെ പ്രിവെന്റ് ചെയ്യാനുള്ള ഈ സാധനം നമുക്ക് 2 എണ്ണം റൂഫിൽ വെക്കുക. റൂഫിൽ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഇതിന് ക്ലിപ്പുണ്ട്. അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം ടെസ്ല ഇത് ചെയ്തില്ല, ഇത് കൊടുക്കുന്നില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഇത് ഇങ്ങനെ തേർഡ് പാർട്ടി വാങ്ങാനൊരുങ്ങിയപ്പോൾ ടെസ്ല ഇത് വിറ്റ് തുടങ്ങി. പക്ഷേ ഇതേ സെയിം സാധനം ടെസ്ല വിൽക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 3-4 ഇരട്ടി വിലയാവും. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് വാങ്ങാം, അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. ഇവിടെ നമ്മുടെ ഏതോ ഒരു ജഡ്ജിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് നമ്മുടെ ഈ ഫിലിം ഒട്ടിക്കുന്നത് നിരോധിച്ചു കഴിഞ്ഞപ്പം ബംഗാളികൾ ഇപ്പം ജീവിക്കുന്ന ഈ സാധനം വിറ്റുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാം കൊണ്ടുപോയി ട്രാഫിക് ലൈറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ നിന്നിട്ട് നമ്മുടെ വിൻഡോയുടെ സൈഡിൽ വെക്കുന്ന സാധനമായിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ അതിന് തുറന്ന സ്ഥിതിക്ക് നമുക്കിനിയിപ്പം ബൂട്ട് സ്പേസ് കാണാം. 475 ലിറ്റർ ബൂട്ട് സ്പേസ് പ്ലസ് 117 ഫ്രണ്ട് സ്പേസും. ഇത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ അത്. ഈ ഒരു ചാർജർ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ടാറ്റ മോട്ടോഴ്സ്. അതെ, ഇത് ടാറ്റ പഞ്ച് EVയുടെ ആണ്. ഇതെന്താ ഞാൻ യൂസ് ചെയ്യാൻ കാര്യം, എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന സ്ലോ ചാർജർ നമുക്ക് മാക്സിമം 10 ആംപിയറിലാണ് ചാർജ് ചെയ്യുന്നത്. അത് 10 ആംപിയർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുകയാണെങ്കിൽ 1 മണിക്കൂറിൽ 12 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് ചാർജ് ആവുന്നത്. പക്ഷേ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 13 ആംപിയർ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 1 മണിക്കൂർ 17 മുതൽ 20 കിലോമീറ്റർ സ്പീഡ് വരെ ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. അപ്പോൾ പഞ്ച് ഉപയോഗിക്കാത്തപ്പോൾ ഞാൻ ഇതിനെ എടുത്ത് ഇവിടെ വെക്കും. ഇപ്പോൾ ടെസ്ലക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുപഠിക്കുക നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ. അല്ല, ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ EVകളുടെ രംഗത്തിൽ ഇപ്പം ബാറ്ററി അവർ മാനുഫാക്ചർ തുടങ്ങി. അങ്ങനെ ഇപ്പം ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ് ഇപ്പം പുതുതായിട്ട്, ഞാൻ ഏത് വണ്ടിയാണെന്ന് മറന്നുപോയി, പുതുതായിട്ട് വരാൻ പോകുന്ന ഏതോ ഒരു EVയിൽ ടാറ്റയുടെ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടാറ്റയുടെ അല്ലാത്ത ഒരു EVയിൽ. അങ്ങനെ കാര്യമായ രീതിയിൽ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പം നല്ല ബൂട്ട് സ്പേസ് അല്ലേ? അതെ, നല്ല സ്പേസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയൊക്കെ ഒന്നും ഇത് കിട്ടുന്നില്ല, എന്തോ അതിന് പറയുന്നത് സ്പെയർ വീൽ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് താഴെയുണ്ട്. അവിടെയാണ് നമ്മളെ ചാർജിങ് കേബിളൊക്കെ ഇട്ടേക്കുന്നത്. അതുപോലെ ഇത് ഇലക്ട്രിക്കലി അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിന് അതുണ്ട്. ഇതിപ്പം നമ്മൾ തന്നെ
ഇങ്ങനെ അടയ്ക്കണം. ഞാൻ തന്നെ അതെ, എല്ലാവരും പോയിട്ട്. ഏതായാലും ഇവിടുത്തെ എഡ്ജൊക്കെ ഉണ്ട്. ഇതിലൊരു സ്പോയിലറിൻ്റെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള എഡ്ജൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായ ടെയിൽ ലാമ്പാണ്, ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇത് ഡ്യുവൽ മോട്ടർ എന്നുള്ള ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റേ ഇപ്പോൾ ഈ റിയർ വീൽ ഡ്രൈവ് മോഡലിന് റേഞ്ച് കൂടുതലാണ് അല്ലേ? അതെ, റേഞ്ച് കൂടുതലാണ്. പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ലേ? ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇപ്പോൾ ഉള്ള മോഡൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലോഗോ ഇവിടെ കാണില്ല. ഇതിന് പകരം ടെസ്ല എന്നിങ്ങനെ നീട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിൽ നിന്ന് കണ്ടാൽ പിന്നെ ചെറിയൊരു ഷേപ്പിന് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവൻ വരാത്തടത്തോളം കാലം ഇവനാ പുലിയാണ്. പക്ഷേ വരും, ഉടൻ തന്നെ വരും. കാരണം വെച്ചാൽ ടെസ്ല ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ലോകത്തിലെങ്ങും ഇല്ലാത്തൊരു മോഡലായിരിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 20 ലക്ഷം രൂപയെ താഴെ വിൽക്കാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കും ഏഷ്യൻ കൺട്രീസിന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്യാതിരിക്കും എന്നൊക്കെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം മോഡലുകളെല്ലാം വരും. തീർച്ചയായിട്ടും ഇങ്ങനെ ടെസ്ലയുടെ ഇത്തരം മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു റേഞ്ച് ആങ്സൈറ്റിയും ഇല്ലാതെ ഇവിടുന്ന് വേണമെങ്കിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ വരെയൊക്കെ ഓടിച്ചു പോകാവുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. എന്ന് തന്നെയുമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച EV ടെക്നോളജി സംഭാവന ചെയ്തൊരു കമ്പനിയാണ് ടെസ്ല. അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എക്സ്റ്റീരിയർ കണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലേക്ക് പോകാം. അതിനുശേഷം ഈ വാഹനം ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി പാടുപെട്ടതിനെ പറ്റിയൊക്കെ ചോദിച്ചോ. പാടുപെട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ കാണാം. ടെസ്ലയുടെ ഈ എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ പോലെ തന്നെ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് ഇൻറ്റീരിയറിൻ്റെ. ഒരു കാര്യങ്ങളുമില്ല, ഉള്ളത് കംപ്ലീറ്റ് സ്ക്രീനിൽ ഒതുക്കിയിരിക്കുകയാണ്. 15 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. വേറെ നിങ്ങൾ എവിടെയൊക്കെ പരതിയാലും ഒരു സ്വിച്ച് പോലും കാണില്ല. അതായത് ഫുള്ളി ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ സ്ക്രീൻ വഴിയാണ്. ഈവൻ ഗ്ലോ ബോക്സ് പോലും അല്ലേ? ഗ്ലോ ബോക്സ് നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണല്ലേ? നമ്മളത് പാസ്വേഡ് അടിച്ചാലേ അത് ഓപ്പൺ ആയി. അപ്പോൾ RC ബുക്കും അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ സുഖമായിട്ട് സൂക്ഷിക്കാം. അതുപോലെ ഇപ്പോൾ നേരത്തെ സഹിത്ത് പറഞ്ഞതാ, ഇതാ ഫുൾ ഒരു പനോരമയ്ക്ക് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഫുൾ ഗ്ലാസ് ഏരിയ ആണ്. അപ്പോൾ അതാണ് ഈ ചൂട്. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ. അവിടെ എത്ര ഇപ്പം 42 45 അല്ലേ? 48 ഡിഗ്രിയാണ്. അപ്പോഴിതിങ്ങനെ ഓപ്പണായി കിടക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ അതിനും മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു പരിഹാരം സഹിത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി കാര്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത്? ഇപ്പോൾ ഇത് ഓട്ടോ പൈലറ്റ് ആണോ? ഇത് FST നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു ധാരണയില്ല. അതായത് FST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെൽഫ് ഡ്രൈവിൻ്റെ ക്യാപ്പബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്കിതിലുള്ളത്. അത് നോക്കിട്ടുന്നല്ലേ? ഇതിൽ ഇപ്പോൾ സാധാരണ ഓട്ടോ പൈലറ്റ് ഇൻക്ലൂഡഡ് പാക്കേജ് എന്ന് പറയുന്നത് ഇത് നോർമലി നമുക്ക് എല്ലാ വണ്ടി വാങ്ങുമ്പോഴും അതിൻ്റെ സിസ്റ്റം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻ്റലിൻ്റെ ഒരു കമ്പ്യൂട്ടറാണ്. പിന്നെ നമുക്ക് പ്രീമിയം കണക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം കണക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിലോ നമ്മുടെ എവിടാണോ ഇത് വാങ്ങിയത് ആ സ്ഥലത്തേക്ക് ഫുള്ള് ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഇൻ്റർനെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള ഇവിടുത്തെ ടാറ്റയൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നാവിഗേഷൻ മാത്രമേ തരുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. നെറ്റ്ഫ്ലിക്സ് അടക്കം എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ ബേസിക്കലി ചാർജ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഇത് പ്ലേ ചെയ്ത് സിനിമയൊക്കെ ഫുള്ള് കാണാം. ഇവൻ സിനിമ ഫുള്ള് കാണുമ്പോൾ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇതിന്റെ സൗണ്ട് സിസ്റ്റം നല്ലതാണ്, ഗംഭീര സൗണ്ട് സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ, അതായത് ഫുള്ളി ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് ഫുള്ളി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നാവിഗേറ്റ് എവിടെയാണ് പോകേണ്ടത്, ഏതെങ്കിലും ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണമെന്ന് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോ പൈലറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതാണോ എന്ന് ചോദിക്കും, അത് എൻ്റർ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൽ നമ്മളെപ്പോഴും ഒരു അലേർട്ട് ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പം
ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും നമ്മൾ സ്റ്റിയറിംഗ് ടേക്ക് ഓവർ ചെയ്യണമെന്ന്. ഏത് സമയത്തും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ സ്റ്റിയറിംഗ് ഹാൻഡ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഇതിലാണ് വേണം. മറ്റേതുപോലെ എന്താ പറയുക, US നമ്മൾ കണ്ടല്ലോ ടാക്സി, അന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ അവിടെ പോയപ്പോൾ ചെയ്തായിരുന്നു. അതുപോലെയല്ല കറന്റ് അത്രയും ഇവർ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടില്ല. കാര്യം അതിനൊക്കെ ഒരുപാട് ലൈഡാർ സിസ്റ്റം വേണം. നമ്മളുടെ ഈ കാറിന് മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇത് ഇപ്പൊ ഇവിടെ കാണുന്ന കണ്ടോ സ്ക്രീനിൽ, ഇത് അദ്ദേഹം അവിടെ നടക്കുന്നു കണ്ടോ, മുന്നേ നടക്കുന്ന ആളിനെയാണ് ഇപ്പൊ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആകെ ഒരു ഒബ്സ്റ്റക്കിൾ ഇപ്പം വണ്ടി കണ്ടിരിക്കുന്നത് അല്ലേ. ഇത് ഓട്ടോ പൈലറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഈ നാട്ടിൽ ഓട്ടോ പൈലറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ നമുക്കറിയത്തില്ല ഇവിടുത്തെ MVDയുടെ ഇതനുസരിച്ച് ഇത് ഒഫൻസ് ആവോ ഇല്ലയോ. ബൈക്കിനെ പറയുന്നത് സംസാരിക്കരുതെന്ന് വരെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളുടെ വീട്ടിനകത്ത് തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യം തന്നെ നമ്മൾ വണ്ടി അങ്ങോട്ട് എടുത്തപ്പോൾ ഒരു പട്ടിക്കുട്ടി പോയി. പട്ടിക്കുട്ടിയൊക്കെ ഇത് സേവ് ചെയ്യും കേട്ടോ. ഞാൻ ഇനി അത് കേരളത്തിൽ വന്നൊരു പട്ടി അടിച്ചു വന്നുള്ള ചീത്ത പേര് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ചവിട്ടി നിർത്തി. ഇവിടെ 100,000 പട്ടികളെ അതായത് ഭയങ്കര ഓട്ടോ പൈലറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം സേഫ്റ്റി ഇത് എനേബിൾ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഒരു വണ്ടി മുന്നേ പോവുകയാണെങ്കിൽ ഈ ഇതെല്ലാം സ്കാൻ ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ നമ്മളുടെ വണ്ടികളുടെ ഷേപ്പ്, ആ വണ്ടികളുടെ സ്പീഡ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. ഈ ഓട്ടോ പൈലറ്റ് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഡെസ്റ്റിനേഷൻ ഇടുക, പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, കൈയും കെട്ടിയിരുന്നാൽ അത് അവിടെ കൊണ്ടെത്തിക്കും. നിലവിൽ FST ഇല്ല, എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് ആണ് നമുക്ക് UAE സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ അസിസ്റ്റൻ്റ്, അത് മറ്റുള്ള കാറിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഇതാണ്, അഡ്വാൻസ്ഡ് ആണ്. ഇതിനകത്ത് കൊടുക്കുന്ന വേറെ സാധനം, ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലൈൻ ചേഞ്ച് ചെയ്യും. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും എല്ലാം ഉണ്ട്. ഇത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണ് ഇവരുടെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. അതായത് മുന്നിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡൊക്കെ അനുസരിച്ച് നമ്മൾ സ്പീഡ് എടുക്കുകയും അതിപ്പോ ഓട്ടോ പൈലറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രൂസ് കൺട്രോളിലേക്ക് പോകും. ഈ ക്രൂസ് കൺട്രോളിന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ ബ്രേക്ക് ഔട്ട് ചെയ്യുക, നമ്മളും ബ്രേക്ക് ഔട്ട്. അതല്ലാതെ അത് ഓഫ് ചെയ്തിടാൻ പറ്റില്ല. മറ്റുള്ള വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ട് പോയാൽ പെട്ടെന്ന് ട്രാഫിക് വന്നാൽ നമ്മളത് ഓഫ് ചെയ്തില്ലെങ്കിൽ പോയി ഇടിക്കും. അങ്ങനെയാണോ എനിക്കറിയാം. ഇതങ്ങനെ പേടിക്കണ്ട. പിന്നെ മാത്രമല്ല എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഇപ്പം 40 കിലോമീറ്റർ താഴെ ആയിരിക്കണം. ആ പോകുന്ന ഇപ്പോൾ ഒരാൾ വട്ടം ചാടുകയോ വണ്ടി വന്നു കഴിക്കുകയോ എമർജൻസി ആയിട്ട് ഇത് ചവിട്ടി നിർത്തും. അതൊരു ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആദ്യമായിട്ട് എനിക്കത് അപ്ലൈ ചെയ്തത് ഇത്തവണ ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ റൗണ്ട് ബോട്ടിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തോ ഒരു ഇതിൽ ഞാൻ കണ്ണിങ്ങനെ ഒന്ന് ചിമ്മിയ സമയം കൊണ്ട് ഒരാൾ ഇതായി പെട്ടെന്ന് ഒരു അലാമൊക്കെ കേട്ട് ഇത് ചവിട്ടി നിന്ന് ആ ഒരു ഒറ്റ സമയത്തെ ഇത് വന്നോളും. അങ്ങനെ ഒരു പുറകെ വരുന്ന വണ്ടികൾ പെട്ടെന്ന് ഇടിക്കാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. എന്നാലും ടെസ്ല മാക്സിമം നോക്കുന്നത് ഇമ്പാക്റ്റ് കുറയ്ക്കാം, ഓവറോൾ ഇമ്പാക്റ്റ് കുറയ്ക്കാന്ന്. അപ്പം ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർ ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അതാണ് പലപ്പോഴും പറയുന്നത് ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഫെയിലായി എന്നൊക്കെ ചിലയിടത്ത് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. അതായത് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചില രാജ്യങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അതാണിപ്പം UAE കാര്യം പറഞ്ഞു. UAE അത് പറ്റില്ല. പക്ഷേ US ഇപ്പോൾ അതെനിക്ക് തോന്നുന്നത് അത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെറുതെ എപ്പോഴെങ്കിലും വാഹനം ആവശ്യപ്പെട്ടാൽ പിടിക്കാവുന്ന രീതിയിൽ കൈ അടുത്തൊക്കെ ഉണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓടിച്ചു പോകാം. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ വണ്ടി എടുത്തത് 2020 ഡിസംബറിലാണ്. അന്ന് മുതൽ ഇന്നേ വരെ ഇവരുടെ ഡേ ടു ഡേ എന്തോ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഇത് എന്തോ A2 അപ്ഡേറ്റോ എന്തോ പറയുന്നത്, ഇതുവഴി ഇവർ തന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ആദ്യം എനിക്ക് ഓട്ടോ പൈലറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് അബുദാബി വരെ പോയി ഇത്ര നേരം എടുക്കും. അത്രയും നേരം എനിക്കൊരു 80% ഓട്ടോ പൈലറ്റ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് പാട്ടൊക്കെ ഇങ്ങനെ മാറ്റാം, ഇതൊക്കെ പറ്റും. ഈയിടെ ഒരു 4 സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മുമ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നിരിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് കണ്ണൊന്ന് മാറ്റിയ എനിക്ക് ഈ ഓട്ടോ പൈലറ്റ് സസ്പെൻഡ് ആവും. അത് സസ്പെൻഡ് വാർണിംഗ് തരും. അതായത് നിങ്ങൾ വേറെ സ്ഥലത്ത് നോക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്നാ പരിപാടി, ഇത് എവിടെ ക്യാമറ,
ഇവിടെ ഒരു സാധനം, ഇത് നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും ഇത് മോണിറ്റർ ചെയ്യുമെന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇവരൊരു ഇത് തന്നിട്ടുണ്ട്. എന്ത് ചെയ്ത് റിലീസ് നോട്ടിൽ വന്നിട്ടുള്ളത്, അയ്യോ തന്നെ അത് നെറ്റ് കണക്ട് അല്ല, ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോ പൈലറ്റ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത്, അതായത് നമ്മളെ പണിഷ് ചെയ്യും. നമ്മളുടെ ഡ്രൈവിംഗ് രീതി നല്ലതല്ലെങ്കിൽ നമുക്ക് 4 തവണയോ 5 തവണയോ നമുക്ക് ഒരു വാർണിംഗ് തരും. അതായത് ഈ നമ്മൾ ഓട്ടോ പൈലറ്റ് ഇട്ടുകൊണ്ട് പോവാണ്, ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് ഫുൾ അല്ല, FSD അല്ല, എൻഹാൻസ്ഡ്. ഇത് ഇട്ടുകൊണ്ട് പോയി, ഇത് റെഡ് കളറിൽ വന്നിട്ട് ഇവിടെ വലിയൊരു എംബ്ലം വന്നിട്ട് പെട്ടെന്ന് ഇത് എടുക്കാൻ പറയും. എന്നിട്ടും എടുത്തില്ല. അങ്ങനെ 3 തവണ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാൻ ചെയ്തു. പിന്നെ നമുക്ക് ഓട്ടോ പൈലറ്റ് കിട്ടില്ല. അത് എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അറിയത്തില്ല. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ദുബായിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. എന്തോ ഒരു ഫോൺ വന്നപ്പോഴെങ്ങാണ്ട് ഈ ഫോൺ എടുത്ത് ഇങ്ങോട്ട് വന്ന് വെച്ചതിന് ഇത് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതായത് ഞാൻ അന്നേരം പറയാം, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അവസാനം മൊത്തത്തിൽ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റേ പുള്ളിയെ വിളിച്ചിട്ട് എലോൺ മസ്ക് എന്ന് പറയേണ്ടി വരുമല്ലോ. പക്ഷേ ദേഷ്യപ്പെട്ട് എഴുതിയിട്ടുണ്ടോ, 1 ഓട്ടോ പൈലറ്റ് സ്ട്രൈക്ക് ഔട്ട് വിൽ ബി ഫോർഗിവൺ ഫോർ ഈച്ച് 7 ഡേ പീരീഡ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ ഒരു വിധത്തിൽ നല്ലതാണ്. കാര്യം ഒരുപാട് ആളുകൾ ഇതൊരു പ്രിവിലേജ് ആയിട്ട് ആ ഓട്ടോ പൈലറ്റ് ഇട്ടു, ഇനി എനിക്ക് മൊബൈൽ നോക്കാം, മെസ്സേജ് അയക്കാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് കൂടെ അത് അവര് കൺസേൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതവര് നമ്മളുടെ അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ ഫുട്ടേജ് മുഴുവൻ അവര് ക്യാപ്ചർ ചെയ്ത് അവരെ ഡേറ്റാ സെന്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുവാണ്, എനിക്ക് ഇത് എൻ്റെ ഡേറ്റ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒരു സ്റ്റിക്കറൊക്കെ മേടിക്കാൻ കിട്ടും, ഒരു സാധനം ക്ലോസ് ചെയ്യാൻ കിട്ടും. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോ പൈലറ്റ് ഇടാന്ന് വിചാരിക്കണം, സമ്മതിക്കത്തില്ല. പിന്നെ ഇതിനൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിത് അവരുടെ ഡേറ്റ ബാങ്കിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുവാണെങ്കിൽ അത് അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത് റൊട്ടേറ്റിംഗ് ഒന്നും അല്ല, BYD ഇല്ല, ഇത് റൊട്ടേറ്റിംഗ്. ഇതിന് റൊട്ടേറ്റിംഗ് അല്ല, കളിക്കാൻ രസമാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിങ്ങനെ പൊക്കാം. ഇത് ഫുള്ളി ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആകും അല്ലേ? അതുള്ള അതൊക്കെ വളരെ രസം. പക്ഷേ പുതിയ വണ്ടിക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെയാണല്ലോ പൊങ്ങുന്നത്, മറ്റേത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുന്ന രീതി. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫുള്ളിന്റെ അടിയിലേക്ക് അങ്ങനെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ സീറ്റുകളെല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ എന്താണ് ചെറിയ സ്ക്രീൻ അതിന്റെ ബാക്കിൽ. ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ചാന്ന് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇതിൽ കേബിൾ ഒന്നും കട്ട് ചെയ്യണ്ട. ഈ ഒരു സാധനം സ്റ്റോക്കിൽ വരുന്ന അതേപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിന് 1000 ദിറംസ് ആണ്, UAE ദിറംസ്. ഇതെടുത്ത് നമ്മൾ അവിടെ ഒരു കേബിൾ ഉണ്ട്. ഈ സാധനമൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ പൊക്കിയെടുക്കാം. ആദ്യത്തെ ഒരു 3 വർഷം ഞാൻ ഇതിൽ തൊടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ, നമ്മളത് പൊക്കിയെടുത്തു, അതിനകത്ത് പ്ലഗ് ചെയ്തു. അത് നോക്കിയപ്പോഴത്തേന് ഇവിടെ നമ്മളുടെ റേഞ്ച് എത്ര 1,06,351 കിലോമീറ്റർ ഇതേവരെ നമ്മൾ ഓടി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ജസ്റ്റ് ഇത് ഇവിടെ തന്നെ മതി, എന്നാലും ഒരു കൗതുകം എപ്പോഴും മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. സാധാരണ ചില വണ്ടികൾ കാണുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലത്തെ അതിന്റെ ഒരു എന്താ പറയുക മാനുവൽ ആയിട്ടുള്ള ഒരു വേർഷൻ എന്നാണ്. അത് ടെസ്ലയായിട്ട് ഒരു ബന്ധമില്ല, ഇത് കാര്യം അവരുടെ ഭാഗമല്ല, തേർഡ് പാർട്ടിയാണ്. എന്തായാലും ഇവിടെ ഗ്ലോ ബോക്സ് നമുക്കൊന്ന് തുറക്കാവോ, എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് നോക്കാം. പാസ്വേഡ് അടിച്ചാൽ അതാണ് കാർനെറ്റ്. ഇത് കാർനെറ്റ് ആണ്, അതായത് ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ഇത് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ഇത് ഈ വണ്ടി ഒന്ന് കണ്ടതിന് ശേഷം സംഭവം ഒന്ന് കാണാം. കാർനെറ്റ് എന്നാണോ കാർണേ എന്നാണ് പറയുന്നത്. പക്ഷെ എന്താ പറയുക, നമ്മൾ പൊതുവെ എല്ലാവരും കാർനെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. കാർണേ ശരിക്കും ഫ്രഞ്ച് പേരാണ്, കാർണേ എന്നാണ്. പക്ഷെ കാർണേ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എനിക്കെന്ന് ഞാൻ തെറ്റിച്ച് പറയുന്നത് കാർനെറ്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, സുഖമായിട്ട് നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇതിന്റെ പിൻഭാഗത്ത് ഇത്തിരി തൈ സപ്പോർട്ട് കുറവാണെന്നൊരു പരാതി പൊതുവെ റിവ്യൂസിലൊക്കെ കണ്ടു. അത് തന്നെ സാഹിത്യം പറയേണ്ടത്. നമുക്ക് ബാക്കി ഇരുന്ന് നോക്കാം. എന്തായാലും ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഒരു ബോട്ടിലൊക്കെ വെക്കാവുന്ന അത്രയും നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ കാണുന്നതാണ് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്.
ബട്ടൺ അല്ല, എന്തോ ഒരു മെക്കാനിക്കൽ സിസ്റ്റം, മാനുവലി ഓപ്പൺ ചെയ്യാം. പക്ഷെ അത് ഓപ്പൺ ചെയ്താൽ ഇത് പറയും അങ്ങനെ ഓപ്പൺ ചെയ്യരുത്, എമർജൻസി സിറ്റുവേഷനിൽ ഡാമേജ് ആകുന്നു. ഇത് ലോക്ക് ആയി പോകാതെ നമ്മളൊരു ആക്സിഡന്റ് എന്തെങ്കിലും ഫുള്ളി ലോക്ക്ഡ് ആയി പോയാലും നമുക്ക് അത് തുറക്കാൻ വേണ്ടി, അതായത് ഇൻ കേസ് ഫയർ വന്നാലോ അങ്ങനെയുള്ള ഇതാണ്. പിന്നെ സൗണ്ട് സിസ്റ്റം നേരത്തെ പറഞ്ഞതുപോലെ അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് 1-2 ഫീച്ചർ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അനവധി പിന്നെ ഇത് ഗെയിംസ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ലൈറ്റ് ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ലൈറ്റ് ഷോ ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു മ്യൂസിക് ഇതിങ്ങനെ പ്ലേ ചെയ്തിട്ട് നമ്മളുടെ എന്താ ഈ ഗ്ലാസും ഇതും ഒക്കെ ഇങ്ങനെ തുറന്ന് ഡാൻസ് കളിക്കും. ഇതൊക്കെ ഇലോൺ മസ്കിന്റെ കുറച്ച് പൊടി കൈകളാണ്. ഇതൊക്കെ നമ്മൾ അവിടെ വാങ്ങിയ സമയത്ത് ഷോ ഓഫിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ രസം. മോഡൽ എക്സ് ആണെങ്കിൽ അതിന്റെ ആ ഫാൽക്കൺ വിങ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഇട്ട് ഡാൻസ് കളിച്ച് നല്ല രസം. അത് അതായത് മറ്റേ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന രീതിയിൽ ഓരോ വിൻഡോസും ഓരോ ഈ സംഭവങ്ങൾ. പിന്നെ ഇവരുടെ അനവധി വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ നമുക്ക് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ കാറായിട്ടല്ലേ കാണുന്നത്. ഞാൻ ഇനിയിപ്പം ഇത് സാന്റ മോഡാക്കി കഴിഞ്ഞാൽ അതെ സാന്റയുടെ അതെ. പിന്നെ ഇനിയിപ്പോ നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഈ പോകുന്ന വണ്ടികളെല്ലാം പിന്നെ ഇതായിട്ട് മാറും, എന്തോ ഡിയേഴ്സ് ആയിട്ട് മാറും. അതായത് സാധാരണ വണ്ടികളാണ് കാണുന്നത്, ഇത് എല്ലാം ഡിയേഴ്സ്. ഇനിയിപ്പോ ഞാൻ ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ ഉണ്ടാ അതിന്റെ ഒരു ഡിയറിന്റെ അവിടുത്തെ ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടെസ്ലയിലാണ് കാണുന്നത്, ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഏത് ഭാഗത്തേക്കാണോ ഇൻഡിക്കേറ്റർ ഇടുന്നത് അതിലേക്ക് മാറി. ഇപ്പോൾ ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ട്, ഇവൻ പഞ്ച് EVക്കും ഉണ്ട്. അതങ്ങ് മാറ്റിയിട്ട് ഇത് എൻ്റെ മക്കൾ കയറുമ്പം സാധനങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ടെസ്ല എടുക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ എനർജി മീറ്റർ ഇതൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളുടെ കൺസംഷനും സംഭവമൊക്കെ ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരും, ഗ്രാഫൊക്കെ. ഇത് പക്ഷേ ഇപ്പം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ നാട്ടിലും പല പുതിയ മോഡലുകളിലും കുറേ കാര്യങ്ങൾ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ 2017 തൊട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണൊരു മാതൃകയായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് പിന്നിലൊന്നിട്ട് നോക്കാം. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് നമ്മുടെ ക്യാമറ ബ്ലോക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പിൻഭാഗം. ഈ പറഞ്ഞ പോലെ അല്ലേ തായ് സപ്പോർട്ട്. അതെ, തായ് സപ്പോർട്ട് കുറച്ചെന്നല്ല, അത്യാവശ്യം കുറവാണ്. അത് എനിക്ക് തോന്നുന്ന ബാറ്ററി പാക്ക് താഴെ ഇരിക്കുന്നതുകൊണ്ട് ഫ്ലാറ്റ് ഫ്ലോർ ആയി പോയതുകൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നമാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഒരു കുഷ്യനിങ്ങിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതെ, പക്ഷേ ഞാൻ ഇത് വാങ്ങിയ സമയത്ത് ഇപ്പം 4 വർഷമായി ഞാൻ, എനിക്ക് തോന്നുന്നു ഇപ്പം ആദ്യമായിട്ടാണ് ഈ യാത്ര ചെയ്തത്, ഞാൻ ബാക്കിൽ. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും പറ്റിയില്ല. ഒരു ഷെയ്ക്ക് വന്നിട്ട് ഒരു വൊമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് മക്കളൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്, അവർ വലിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഇളയാള് കാർ സീറ്റൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ സ്ക്രീൻ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലില് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ സ്റ്റോക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇതും ജസ്റ്റ് നമ്മൾ തേർഡ് പാർട്ടി മേടിച്ചതാ. പക്ഷേ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഒരു കണക്ടർ ഉണ്ട്. ആ കേബിൾ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ മറ്റേ ഇതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരും. അതായത് AC ഓഫ് ചെയ്യാം, AC കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റേതിൽ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ AC ഇതാണ്ട് ഈ ഫ്ലോ ഇല്ലേ, അതിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ അത് കൺട്രോൾ ചെയ്യാം ഫ്രണ്ടിൽ. പക്ഷേ അത് മാത്രം വരത്തില്ലെന്നേ ഉള്ളൂ. അതായത് ഈ ഡയറക്ഷൻ ടച്ച് ചെയ്ത് വരില്ലെന്നേ ഉള്ളൂ. ബാക്കി ലോക്ക് ചെയ്യുന്നതാണെങ്കിലും അൺലോക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഇതിനകത്ത് വരും. അതിന് താഴെ ഒരു AC വെന്റും ഉണ്ട്. AC വെന്റ് ഉണ്ട്. ഇത് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ നടുക്ക് ഇതുണ്ട്, അതുണ്ട്. അത് കണ്ടിട്ട് കഴിഞ്ഞാൽ 2 ചെറിയ കോഫി കപ്പ്. ബാക്കിൽ നല്ല സ്പേസിന് ഒരു കുറവില്ല, സ്പേസ് ഉണ്ട്. പക്ഷേ ഈ തായ് സപ്പോർട്ട് അതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും ഇതുണ്ട്, നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വളരെ പ്ലസന്റ് ആണ് ഇന്റീരിയർ. അതായത് ഈ വൈറ്റ് നിറം എന്ന് പറയുന്ന ഓപ്ഷണലായിട്ട് വാങ്ങിച്ചതാണ്. അതെ, എക്സ്ട്രാ നമ്മളൊരു 4000 ദിർഹംസ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്. അതിന് വൈറ്റ് കാർ ആയിരിക്കും, ബ്ലാക്ക് ഇന്റീരിയർ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് കോൺഫിഗർ ചെയ്ത് ഓരോന്ന് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുവരാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിലും ഇതുപോലുള്ള ലിമിറ്റഡ് ആണ് നമുക്ക് മോഡൽ 3ക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ്. അതായത്
മറ്റേതിന് സീറ്റൊക്കെ നമുക്ക് മാറ്റി വെക്കാമല്ലോ, ഇത് അങ്ങനെ പറ്റില്ല. പക്ഷേ ഈ കളറൊക്കെ മാറ്റാം. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഞാൻ ഈ പറഞ്ഞ വളരെ പ്ലസന്റ് ആണ് ഇന്റീരിയർ, അതിന്റെ ഒരു സുഖം. പിന്നെ എല്ലാവരും ചോദിച്ചു വൈറ്റ് കളർ ആണെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? 4 വർഷമായി മക്കളുമായിട്ട് പോകുന്നതാ, വലിയൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും അഴുക്കായ തുടച്ചെടുക്കാം. അത്ര. അപ്പം കൊള്ളാം. ഏതായാലും ഈ പറഞ്ഞ ഈ ഒരു ചെറിയ തൈ സപ്പോർട്ട് പ്രശ്നം ഒഴിച്ച് വേറെ ഒരു പരാതിയും പറയാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ എങ്ങനെയാണ് ഇത് കാർണറിൽ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ അതാകാം. നമ്മൾ സജിത്തിനോടൊപ്പം നമ്മുടെ ഒരു ഡ്രൈവ് ആരംഭിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിൻ്റെ ഈ ഒരു വിസിബിലിറ്റി അല്ലേ. അതെ, എത്ര താഴ്ന്നാണ് ഡാഷ്ബോർഡ് ഇരിക്കുന്നതെന്ന് കണ്ടു. അതുകൊണ്ട് നമുക്ക് യാതൊരു തട്ടും തടവും ഇല്ലാത്ത വിസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അത് കിട്ടുന്നുണ്ട്. പിന്നെ AC, ഗംഭീര AC ആണല്ലോ അല്ലേ. അതെ അതെ, AC. പിന്നെ നമുക്ക് ഇതിന്റെ വെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഇതില് പ്രസ് ചെയ്താൽ ഇങ്ങനെ ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എയർ ഫ്ലോ അങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് കൊള്ളാം. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിപ്പം ഇതിന്റെ കാര്യത്തിൽ ഇപ്പം 4.6 seconds കൊണ്ടാണ് 100 kilometers. അതെ, 0 to 100. പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. 8,000 UAE ദിർഹംസ്, ഏകദേശം എത്ര 1,60,000 രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ 4.3 മാറ്റാൻ പറ്റും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. 3 സെക്കൻഡിൽ ആവിക്കാം. അതെ അതെ, 3 സെക്കൻഡിൽ ലാഭിക്കാൻ. ഇല്ലല്ലോ, 3 4.6 4.3 ആവും. അതെ, 0.3 സെക്കൻഡ്. പക്ഷെ അത് ഇൻസ്റ്റന്റ് ടോർക്കിൽ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാകും. അപ്പൊ നമുക്കേ നമ്മളിപ്പോ ഇത് ഇപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു റോഡാണ്. കാരണം ഇവിടെ ഇത് ബ്ലോക്ക്ഡ് ആണ് അങ്ങ് 2 സൈഡ്. ഇവിടെ ഓട്ടോ പൈലറ്റ് പരീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും. നമുക്കൊരു 30 കിലോമീറ്ററിന് എബോവ് ആകുമ്പോൾ ഇവിടെ ഒരു എംബ്ലം വരും. ദാണ്ടേ ഓട്ടോ പൈലറ്റിന്റെ എംബ്ലം വന്ന് ഇനി ഇത് 2 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഓട്ടോ പൈലറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടോണം. നമ്മളുടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പോ ഇൻ കേസ് അവിടെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഇത് സ്ലോ ഡൗൺ ആവും. ഇല്ല, സൈഡ് നിന്നാ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് ഓട്ടോ പൈലറ്റ് ക്യാൻസൽ ചെയ്യുവാണേ, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് കയറുക. ഇവിടെ കയറി ഇവിടെ ഓട്ടോ പൈലറ്റ് ഇടുക. അപ്പൊ നമ്മൾ പോകുന്നുണ്ട്. നമ്മളുടെ കാറാണതോ അവിടെ നിൽക്കുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ലേ. ഇത് വണ്ടി നിൽക്കുന്നതും അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ആ ഒരു ഓട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ 42 പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇവിടെ നമ്മുടെ വണ്ടിയും 2 പേരും വണ്ടി സ്പീഡ് കുറയുന്നു. 35 ആയി. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിന്നു വണ്ടി അല്ലേ. ഇനി അവര് മാറി. ഇല്ല, പറ്റത്തില്ല, നിങ്ങൾ പോണം, എന്നാലേ നമ്മൾ പോവുള്ളൂ. ഇത്ര സൈഡ്, അത് ഇത്ര സ്ഥലം ഉണ്ടായിട്ട് പോലും വണ്ടി അവരിങ്ങനെ ദാണ്ട് അവിടെ ആളുകൾ ദാണ്ട് ഇവിടെ ഗ്രാഫിക്സ് ഉണ്ട്. അവിടെ ആളുകൾ അവിടെ നിൽക്കുന്നത് സംസാരിക്കുന്ന എല്ലാം കാണുന്നുണ്ട്. അപ്പൊ അവരനുസരിച്ച് ദാണ്ട് ഇതിപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നിങ്ങൾ മാറിയേ മാറി ഇനി പോകുന്നുണ്ടോ നോക്കാം. ഇത് വണ്ടി കിടക്കുന്നോണ്ടായിരിക്കണം. കാരണം ഈ സൈഡ് വളരെ ചേർന്ന് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇദ്ദേഹം വേണ്ട എന്ന് വെച്ച് നിൽക്കുന്നത്. ഓട്ടോ പൈലറ്റ് ക്യാൻസൽ ചെയ്താലേ ഇനി പോകുള്ളൂ. ഇനി ഓട്ടോ പൈലറ്റ് ക്യാൻസൽ ചെയ്ത് മാനുവലി എടുത്തിട്ട് തിരിച്ചു പോകണം. പക്ഷെ എൻഹാൻസ്ഡ് ഓട്ടോ പൈലറ്റ് ആണെങ്കിൽ ഒരു ഗുണം, ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മാറി അങ്ങ് അപ്പുറത്തോട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാനുവലിട്ട് പോകും. അപ്പൊ ഇതിന്റെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്നത് വളരെ സഡൻ ആക്സിലറേഷൻ ആണല്ലോ അല്ലേ. അതെ അതെ, അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ആ ഒരു 0 to 100 എടുക്കുന്നതിന്റെ ആ ഒരു ഇമ്പാക്ട് അതിപ്പോ. പക്ഷെ ഈ മറ്റേ BYD പോലുള്ള വണ്ടികൾ അവർ കുറച്ച് അതൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്തിട്ട്
ഒരു ഒരു എന്താ പറയുക ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു അപകടം കുറയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷൻ ഇതിനും ഉണ്ട്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രൈവ് മോഡ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഡൈനാമിക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ചെല്ലുമ്പോൾ ചിൽ എന്നൊരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതെ ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ ആയിരിക്കും. അതായത് ബ്രേക്ക് ചവിട്ടിയാലും അതിങ്ങനെ ഗ്രാജുവലി പോവുള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റ് ആക്സലറേഷൻ ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് ചിൽ മോഡായി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റോഡിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 100 എടുത്ത് നോക്കാൻ പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ 4.6 ഒന്ന് പരീക്ഷിക്കാം. പക്ഷെ അത് വേണ്ട, നമ്മളൊരിക്കലും നിയമം വിട്ടുള്ള കളികളൊന്നും വേണ്ട. അപ്പൊ ചില്ലി പൊക്കോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അല്ല, ചില്ലിപ്പോഴാണ്. ചില്ലിപ്പോഴായി. ഓക്കെ. ചില്ലും മോശമൊന്നും അല്ല. ചില്ല് കൊടുക്കുമ്പോ ഇത് ഇങ്ങനെയാ പോകുന്നത്. അതിപ്പം ഇന്ന് 60 ഒക്കെ ആയിട്ടുണ്ട്. ഇത് കാര്യം അമേരിക്കൻ വണ്ടിയാണെങ്കിൽ ഇതിൽ കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ കോൺഫിഗറേഷനിൽ, പിന്നെ ഇത് നമുക്ക് മൈലും കിലോമീറ്ററും ചെക്ക് ചെയ്യാൻ പറ്റും. അല്ല സോറി, ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ബ്രേക്കിംഗ് എല്ലാം 4 ഡിസ്ക് ബ്രേക്കാണ്. അതെ, ബ്രേക്കിംഗ് പിന്നെ നമ്മുടെ ഇലക്ട്രിക് കാറിൽ ഉള്ളതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടാണ് ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്ന കാര്യം. റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതാണ്. പിന്നെ സേഫ്റ്റി ആണെങ്കിൽ 6 എയർ ബാഗ്സും പിന്നെ ലോകത്തുള്ള എല്ലാ സേഫ്റ്റി അതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ടെസ്ലയുടെ മോഡൽ എക്സ് വരുമ്പോൾ ഇത് വിൽക്കുമോ? എങ്ങനെ പരിപാടി? ഇപ്പൊ കറന്റ്ലി വൈഫിന് കൊടുക്കാനാണ് ഒരാഗ്രഹം. ഇത് പിന്നെ നമ്മളുടെ ആദ്യത്തെ ഇതായത് എനിക്ക് കുറച്ചുകൂടെ വണ്ടികളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ ഇതേപോലെ നമുക്ക് അവിടെ പാർക്കിംഗ് ഒക്കെ എക്സ്പെൻസീവ്, ഇവിടുത്തെ കണക്കല്ല. ആ പാർക്കിങ്ങിന്റെ ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പം നമ്മളങ്ങ് കൊടുക്കും. അപ്പം ഈ ഇവിടുത്തെ ടാറ്റ പഞ്ച് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? ടാറ്റ പഞ്ച് നമ്മള് പ്രതീക്ഷിച്ച ഒരു ഇതുണ്ട്. അതായത് എങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പ്രൈസിന് വാല്യൂ ഫോർ മണി എന്ന് പറയാം. അതെ, അങ്ങനെ ഒരു അത് പേഴ്സണലാ, ഓരോരുത്തരുടെയും പേഴ്സണൽ ഇതിലാണല്ലോ, ഇഷ്ടത്തിലാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങള് പഞ്ച് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഈവൻ നമ്മുടെ എന്താ പറയാ BYD നമുക്ക് അവിടെ തന്നിട്ടുള്ളതിലെ ഫീച്ചറിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് പഞ്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രിക് കാറുകൾ ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ EV ഇലക്ട്രിക് കാറുകളെ വെറുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെ വെറുപ്പ് കാണിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകൾ യൂസ് ചെയ്യുന്നവരെ മോശം കാണിച്ച് കമൻറ്റ് ചെയ്തിട്ടാണ്. അത് പക്ഷേ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഷൂട്ട് നടക്കുന്നു. അതിൻ്റെ ഒരു ഡ്രോൺ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശവും, അതോടൊപ്പം തന്നെ കാർനെറ്റിൽ വാഹനങ്ങൾ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇത്രയും മെനക്കെട്ട് നമ്മളോടൊപ്പം ഇത്ര നേരം സഹകരിച്ച സഹിത്തിന് എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ സഹിത ഒരു ബൈ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞേക്ക്. ബൈ. ചേട്ടാ, ഒരു കാര്യം, ഇതിന്റെ ഈ പറഞ്ഞ ഡീറ്റെയിൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണ്ട, ചെന്നൊന്ന് പോയി കാണുക. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എന്താ എൻ്റെ പേര്? കൺസ് വേൾഡ്, KANZ സ്പേസ് വേൾഡ്. കേട്ടോ. അപ്പൊ അത് നമ്മുടെ കണ്ടു കഴിഞ്ഞിട്ട് പോയി മുമ്പ് അതുകൊണ്ടല്ലേ അവസാനം പറഞ്ഞത്. അപ്പൊ ഓക്കെ, താങ്ക് യു. ബൈ.